ഇപ്പോഴത്തെ യുവത്വത്തിനിടയിൽ കാണുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയാണ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. കാരണം രണ്ട് രീതിയിൽ തന്നെ കാണാൻ വേണ്ടി ഞാൻ ഇഷ്ടപ്പെടുക. ഒന്ന്, ഒരു മദ്യത്തിനോ ഒരു അഡിക്ഷൻ ലെവലിൽ വന്നിട്ടുള്ള ഒരു അഗ്രസീവ്നെസ്. രണ്ടെന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയിൽ നിന്ന് കണ്ടുപഠിക്കുന്ന ഒരു അഗ്രസീവ്നെസ്. ഈ രണ്ട് രീതിയിൽ അതിനെ കാണാൻ വേണ്ടി. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മദ്യത്തിനോ മയക്കുമരുന്നിനോ കൂടെ മൊബൈൽ ഫോണിനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയ്ക്കോ അഡിക്ഷൻ ആയിട്ടുള്ള ഒരു യുവാക്കളായിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള അഡിക്ഷൻ, അഗ്രസീവ്നെസ് അല്ലെങ്കിൽ ഒരു ദേഷ്യം. അത് ദേഷ്യം എന്ന് പറയുന്നത് ഒരു തരത്തിലും കൺട്രോൾ ഇല്ലാത്ത തരത്തിലുള്ള ദേഷ്യം. രണ്ടാമതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൊസൈറ്റിയിൽ നിന്ന് കണ്ടുപഠിക്കുന്ന ദേഷ്യം. അതായത് ആ വിഷ്വൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആ യുവാവിനെ മർദ്ദിക്കുന്ന രീതി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ റെസ്ലിംഗ് പോലത്തെ സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ള രീതിയിലാണ് അവരെ മർദ്ദിക്കുന്നത്. അപ്പൊ അത് കണ്ടു പഠിച്ചാണ്. അതായത് അത് മാത്രമല്ല, മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആള് വീഡിയോ എടുക്കുന്നു. അതായത് ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഹീറോയിസം കാട്ടാൻ വേണ്ടിയുള്ള വീഡിയോ, അല്ലെങ്കിൽ ഒരിക്കലും ആ കൊലപാതകത്തിലോട്ട് നയിച്ചതിന്റെ കാരണത്തെ കുറിച്ച് ചെയ്യാനുള്ള വീഡിയോ അല്ല. പകരം ആ ഹീറോയിസം ബാക്കി ആൾക്കാർക്ക് കാട്ടാനും അല്ലെങ്കിൽ ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്നാൽ ഇതായിരിക്കും ഫലമെന്ന് ബാക്കിയുള്ളവരെ കാട്ടാനും അല്ലെങ്കിൽ ആ ഹീറോയിസം പുറത്ത് കാട്ടാൻ വേണ്ടിയുള്ള ഒരു തരത്തിലുള്ള വീഡിയോ എടുക്കൽ. അപ്പൊ ആ മൂന്ന് കാര്യങ്ങൾ ഒന്നിച്ചാണ് നമ്മളത് കാണുന്നത്. അത് തന്നെയാണ് ഇങ്ങനത്തെ കൊലപാതകങ്ങളെ ഏറ്റവും എന്താ പറയാ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടതായിട്ടുള്ള അവസ്ഥ. കാരണം ഇങ്ങനത്തെ കൊലപാതകങ്ങൾ ചെയ്യുമ്പം ഈ അഡിക്ഷൻ വരുന്നു. സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയും. അതായത് സൊസൈറ്റിക്ക് അകത്തുനിന്ന് തന്നെ നമ്മൾ ലേൺ ചെയ്യുന്നു. ആ ലേൺ ചെയ്യുന്നത് പ്രാവർത്തികമാക്കാൻ ഒരു തരത്തിലുള്ള ഗിൽറ്റ് ഫീലിംഗ് ഇല്ലാതെ പ്രാവർത്തികമാക്കുന്നു. അതിന് മദ്യം ഒരു ഫാക്ടറായി മാറിയിട്ടുണ്ടാകാം. ആ ഫാക്ടറുകൾ വെച്ചിട്ട് ഒരു തരത്തിലുള്ള പേടിയും ആരെയും സമൂഹത്തിൽ ഒരു കാര്യം ആലോചിക്കണം, ഒരു നടു റോട്ടിൽ നിന്നാണ്. അതായത് കണ്ടുപിടിക്കാൻ ഇഷ്ടംപോലെ ചാൻസസ് ഉണ്ട്. കണ്ടുപിടിക്കാൻ ചാൻസ് അവർ തന്നെ ഉണ്ടാക്കുന്നു. പക്ഷെ അത് അവരുണ്ടാക്കുന്നത് ഹീറോയിസം കാട്ടാനാണ്. അങ്ങനെ അത്രയധികം രീതിയിൽ ഈ കൊലപാതകം നമ്മൾ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യുവത്വത്തിനിടയിലുള്ള ആ ഒരു എന്താ പറയാ ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ്. അല്ല, ഇവര് കൃത്യമായി തന്നെ ഇത് വീഡിയോ എടുത്ത് ചിത്രീകരിച്ച് തരുന്നുണ്ട്. ഇത് ആര് ചെയ്തു, എങ്ങനെ ചെയ്തു, എങ്ങനെയാണ് ഇത് മരിക്കുന്നത്, അങ്ങനത്തെ എല്ലാ ദൃശ്യങ്ങളും അല്ലെങ്കിൽ എല്ലാ തെളിവുകളും ആ വീഡിയോയിനകത്തുണ്ട്. അപ്പോഴും അതൊന്നും ഒരു ഭയവും ഇല്ല. ഒരു പക്ഷേ ഈ ബാറിൽ നടന്ന എന്തോ ഒരു വാക്ക് തർക്കം, അതിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടും അവർക്ക് അതിൻ്റെ കലിപ്പ് തീരാത്ത രീതിയിലുള്ള ഒരു ആക്രമണമൊക്കെയാണ് നടത്തുന്നത്. അതിൽ സഹോദരനെ വിളിച്ചു വരുത്തുന്നു, എങ്ങനെയെങ്കിലും ഇത് തിരിച്ചടി കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു മനസ്സുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. താങ്കൾ പറഞ്ഞ പോലെ നടു റോഡിലാണ് ഈ വണ്ടികളൊക്കെ പോകുന്ന, അല്ലെങ്കിൽ കൃത്യമായി തന്നെ ഉള്ള നടു റോഡിലാണ്. ഇത് ഇടവഴിയോ അല്ലെങ്കിൽ ആളുകൾ കാണാത്തിടോ ഒന്നുമല്ല. ഇത് വളരെ മെയിനായിട്ടുള്ള ഒരു റോഡിന്റെ നടുക്ക് തന്നെയാണ് ഈ സംഭവങ്ങളെല്ലാം നടത്തുന്നത്. തീർച്ചയായും അത് തന്നെ ഞാൻ പറഞ്ഞത്. ആ വീഡിയോ എടുത്തു വെക്കുന്നത് അവർക്ക് ഒരു തെളിവിന് വേണ്ടിയല്ല, പകരം അവരുടെ ഹീറോയിസം അല്ലെങ്കിൽ അവരെ ആരെങ്കിലും തല്ലാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കൊല്ലുമെന്നുള്ള ആ ഒരു മെസ്സേജ് കൊടുക്കാനോ, അല്ലെങ്കിൽ അവർ അത്രയും വലിയ ഹീറോസ് ആണെന്ന്, അതായത് സമൂഹത്തിനുള്ളിലുള്ളൊരു നെഗറ്റീവ് ഹീറോയിസം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വളർന്നു വരുന്നുണ്ട്. ആ നെഗറ്റീവ് ഹീറോയിസം ബാക്കി ആൾക്കാരിലോട്ട് എത്തിക്കാനും വേണ്ടി, അല്ലെങ്കിൽ ഞങ്ങൾ അത്രയും വലിയ ഹീറോയാണ്, ഞങ്ങളെ തല്ലിയ ആളെ തിരിച്ച് തല്ലി കൊല്ലുന്നു, അല്ലെങ്കിൽ ഇത്ര തല്ലി ആവശ്യതയിലോട്ട് ആക്കുന്നു, അതിനുള്ള വീഡിയോ എടുത്തു വെക്കുന്നു. അത് മാത്രമല്ല, ആ വീഡിയോ എടുത്തുന്ന ആളുമായിട്ടും ആ സഹോദരങ്ങൾ തമ്മിലുള്ള ഇന്ററാക്ഷൻസും അതിന്റെ ഇടയ്ക്ക് വളരെ മൈൽഡ് ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് ആണ്. അവർ സംസാരിക്കുന്നതിന്റെ ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആളെ കൊല്ലാനുള്ള അല്ലെങ്കിൽ അയാളെ തല്ലാനുള്ള കാര്യത്തെ കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ, ബാക്കി കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നില്ല എന്നുള്ളത് നമ്മളുടെ അകത്ത് ഏറ്റവും ഭീതിയോടെ കാണേണ്ട ഒരു കാര്യമാണ്. അതായത് ഇപ്പൊ നമ്മള് കൊല്ലത്ത് ഇതുപോലൊരു കൊട്ടേഷൻ സംഘത്തിന്റെ ആക്രമണം നമ്മൾ കണ്ടു. നടു റോട്ടില് ഒരു വണ്ടി ഹൈവേയിൽ നിന്ന് ആ ഒരു കൊട്ടേഷൻ സംഘത്തിന്റെ ഒരു എന്താ പറയാ മാനസികാവസ്ഥയിലോട്ട് നമ്മുടെ യുവത്വം പോകാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നുള്ള ഒരു വിസിബിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇതിനെ കാണാൻ വേണ്ടി പറ്റും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.